ഞാൻ ഭയങ്കര ആങ്സൈറ്റിയുടെ ആളാണ്. ഭാര്യ പറയും പ്രസവം കഴിഞ്ഞോ ചോദിക്കും. പിന്നെ ഒരു ഭയങ്കര ഹീലിംഗ് ക്വാളിറ്റി ഉണ്ട് ചേട്ടൻ്റെ മ്യൂസിക്കിനെന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് കരഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. നമുക്ക് എന്തും തുറന്ന് സംസാരിക്കാം, മനുഷ്യരല്ലേ. പക്ഷെ പറയുന്നതിനൊക്കെ ഒരു രീതിയുണ്ടോ. നമ്മുടെ സമയം, ഓരോരുത്തരുടെയും സമയം വിലപ്പെട്ടത് തന്നെയാണ്. അത് ചെറിയ ആളായിക്കോട്ടെ, അങ്ങനെയൊന്നുമില്ല, ചെറുത് വലുതില്ല. ഇത്രയും ആങ്സൈറ്റി ഉള്ള ഒരാളെ ഒരു വലിയ ക്രൗഡിന്റെ മുമ്പ് നിൽക്കുമ്പോൾ സർവ്വതും മറന്ന് പെർഫോം ചെയ്യാനുള്ള ഒരു എനർജി എവിടെ ചോദിക്കാൻ, നിങ്ങൾ ആങ്സൈറ്റിയുടെ ആളാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ആങ്സൈറ്റി? പെർഫോം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ മറ്റേ വയറുവേന ഉണ്ടോ മറ്റേ ഇത് പ്രശ്നം തോട്ട് ഇങ്ങനെ നടക്കുന്ന ആളാണ്. സ്വയം അത്രയും ഹീൽഡ് ആയ ഒരു ആളാണോ ജോബ് കുര്യൻ? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ പെടും. നല്ല വർക്കാണെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരിക തന്നെ ചെയ്യും. മനസ്സോടെ കുറച്ച് പൈസ മേടിച്ച് പോകാമെന്ന് പറഞ്ഞ് പാടിയാൽ ആ പാട്ട് ശരിയാവുകയില്ല. കുറ്റം തപ്പി നിൽക്കും. എൻ്റെ ഇച്ചിരും കൂടെ അതൊന്ന് ശരിയാക്കി കൂടാടാ നിനക്ക്. സത്യം പറഞ്ഞ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലെങ്കിൽ ആള് തട്ടിപ്പോയെന്ന് വരെ ചിന്തിക്കുന്നവർ കൂടുതലാണെന്ന്. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. കുറച്ചധികം വർഷങ്ങൾക്ക് മുൻപേ ഒരു ഡാൻസ് പോർഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് അന്വേഷിക്കുന്ന സമയത്താണ് പദയാത്ര എന്നൊരു പാട്ട് യൂട്യൂബിൽ കണ്ടത്. അന്നത് പാടിയ ആൾക്കാരുടെ ഡെപ്തോ അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ ഡെപ്തോ മനസ്സിലാക്കാൻ കഴിയാതിരുന്നൊരു സമയത്ത് നിന്ന് ഇന്ന് ആ പാട്ട് പാടിയ ആളിനെ നേരിട്ടൊരു ഇൻ്റർവ്യൂവിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം വരെയായി. എൻ്റെ വളരെ പേഴ്സണൽ മെമ്മറിയിലുള്ളൊരു പാട്ടാണ് പദയാത്ര. പദയാത്രയ്ക്ക് മുൻപും പദയാത്രയ്ക്ക് ശേഷവും ജോബ് കുര്യൻ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സ്വാഗതം ജോബേട്ട. നമസ്കാരം. വീണ്ടും സംസാരിക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷം. ചേട്ടാ, ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ചേട്ടൻ മ്യൂസിക്കിലേക്ക് വരുമ്പോൾ ആഗ്രഹിച്ച ഒരു സ്പേസിൽ തന്നെയാണോ ഇപ്പോൾ എത്തി നിൽക്കുന്നത്? ഉറപ്പായിട്ടും. എന്താ പറയണ്ട, ഒരു അങ്ങനെ ആണോ, ഇനിയും ഒത്തിരി ആഗ്രഹങ്ങൾ മുന്നോട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും കിട്ടിയ ആ ഒരു സ്പേസിൽ ഒത്തിരി നന്ദിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ എന്താ പറയുക, ഞാൻ ആഗ്രഹിച്ച ഒരു ഇൻഡിപെൻഡൻ്റ് ഒരു സ്പേസാണ്. സ്വന്തം പാട്ടുകൾ ചെയ്ത് അത് പാടി കമ്പോസ് ചെയ്ത് പാടി ഓഡിയൻസ് അത് ഏറ്റുപാടി, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്വപ്നം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഏകദേശം കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഓരോ പാട്ട് ചെയ്യുമ്പോൾ അത് അവരുടെ ലൈഫിലേക്ക് പലതും എത്തിയതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ആസ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഉറപ്പായിട്ടും പിന്നെ നല്ല നല്ല സിനിമ പ്ലേബാക്ക്, നല്ല പാട്ടുകളുടെ ഭാഗമാകുക, നല്ല സിനിമകളുടെ ഭാഗമാകുക, ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഞാനും ആഗ്രഹിച്ചതാണ്. അതും കുറച്ചൊക്കെ അറ്റ്ലീസ്റ്റ്, അധികമൊന്നും ഞാൻ പാടിയിട്ടില്ലെങ്കിലും പാടാറില്ലെങ്കിലും ചില പാട്ടുകൾ വളരെ ഇൻറ്റിമേറ്റായിട്ട് ഓഡിയൻസിന് എത്തുകയും, അപ്പോൾ അങ്ങനെ തിരക്കേടില്ലാണ്ട് ഇത്രയും കാലമൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അത് എങ്ങനെയൊക്കെയോ എത്തിപ്പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് അത്. അപ്പോൾ അതൊക്കെ ഒരു ലിറ്ററലി ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ചേട്ടാ, ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും റീസെൻ്റ് വർക്ക് എന്ന് പറയുന്ന ഭാവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോൺസെപ്റ്റിന് വലിയ ഡെപ്ത് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ വിഷ്വൽ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു സെൽഫ് വർത്ത് മനസ്സിലാക്കി ഈ ഇൻഡസ്ട്രിയിൽ ബിഹേവ് ചെയ്യുന്നതും ഒരു അഹംഭാവത്തിലേക്ക് പോവാതിരിക്കുന്നതും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എങ്ങനെ നമ്മൾ മനസ്സിലാക്കും ഒരു ആർട്ടിസ്റ്റ്? ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളുടെ മ്യൂസിക്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് എൻ്റെ റെഫറൻസ് എപ്പോഴും ഹൈ ആയിട്ട് കീപ്പ് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം വെച്ചാൽ ഇപ്പോൾ സിനിമാ താരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മ്യൂസിഷ്യൻസ് ആയിക്കോട്ടെ, അവർ റെഫർ ചെയ്യുന്ന ഒരു ലെവൽസ് ഉണ്ടല്ലോ. നമ്മൾ ഏറ്റവും മുകളിലേക്ക്, അതായത് നമ്മൾ അപ്ലുക്ക് ചെയ്യുന്നത് അത്രയും വേൾഡ് വൈഡ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ ഗ്രൗണ്ടഡ് ആയിട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നമ്മൾ അതായത് പൊട്ടക്കണിലെ തവള ആവാണ്ടിരിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എപ്പോഴായാലും എല്ലാ മനുഷ്യർക്കും മുളയ്ക്കാവുന്നൊരു വികാരം തന്നെയാണ് അഹം എന്ന് പറയുന്നത്. നമുക്കൊരു മൊമെൻ്റ് മതിയാവും. ചിലപ്പോൾ നമ്മൾ ഉള്ളിൽ തോന്നിയാൽ തന്നെ അത് പ്രശ്നമാണ്. അപ്പം തന്നെ അത് മുളയിലേ നുള്ളുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം തോന്നും. അപ്പോൾ ആ പാട്ടും അങ്ങനെ ഒരു ഇൻസ്പിറേഷനിൽ തന്നെ ചെയ്യാം. നമ്മൾ ഒത്തിരി ക്രൗഡിനെ മീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജിയും, ഫ്രണ്ട് മാൻ എന്ന് പറയുമ്പോൾ ഒരു ബാൻഡിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്കത് ശരിക്കും പ്രേക്ഷകരിൽ നിന്ന് നേരെ കിട്ടുന്ന ഒരു സ്നേഹമാണ്. അതൊക്കെ കിട്ടുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ കൊള്ളാം എന്നൊക്കെ ഒരു ചിന്ത വരാൻ സാധ്യതയുള്ളതാണ്. എനിക്കും അങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചില മൊമെന്റ്. അത് അപ്പം തന്നെ അത് റിയലൈസ് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്കത് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ പറയടാ,
ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, നാളെ ഇത് ഉണ്ടാവണമെന്നില്ല, ശബ്ദം തന്നെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു റിയലൈസേഷനിലാണ് ആ പാട്ട്. ലിറ്ററലി ബീച്ചിൽ നിൽക്കുമ്പം തിര വരുന്ന കാണുമ്പോഴും പ്രകൃതിയൊക്കെ വൈൽഡായിട്ട് നമ്മൾ പല കാഴ്ചകൾ കാണുമ്പോഴേ ഇതിൻ്റെ മുന്നിൽ മനുഷ്യനൊന്നുമല്ല, വെറും പൊടിയാണെന്നുള്ളൊരു ചിന്തയിൽ നിന്നുണ്ടായ പാട്ടാണ്. അപ്പം അങ്ങനെ ഞാനത് എങ്ങടിയൂർ ചേട്ടനായിട്ട്, ചന്ദ്രശേഖരൻ ചേട്ടനോട് ഷെയർ ചെയ്തപ്പം അത് നല്ല രസമാണ്, നമുക്ക് എഴുതാം. ഒരു ശരിക്കും ഒരു എന്താ പറയുക, ഒരു കാവാലം സ്റ്റൈൽ വൃന്ദം. സാറിൻ്റെ ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് അതിലുണ്ട്. ഞാൻ സാറുമായിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ആളാണ്, നാരായണ പണിക്കർ സാറുമായിട്ട്. അപ്പോൾ അത് വേണമെങ്കിൽ വഴി വന്നതാണ്. അപ്പോൾ അങ്കിളുടെയും ഒക്കെ ഒരു താളം ഉണ്ടല്ലോ ആ പാട്ടിൽ, ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ അത് ഫീൽ ചെയ്തിരിക്കാം, അതിൻ്റെ ഒരു ഗ്രൂവും. അപ്പോൾ ആ ഇൻഫ്ലുവൻസിലാണ് ഞാനും ചന്ദ്രചേട്ടനും കൂടെ പറഞ്ഞ് നമുക്ക് അങ്ങനത്തെ ഒരു ഇത് തന്നെ ചെയ്യാം. മുടിയാട്ടും കടലും കണ്ടേ ആ പാട്ടിൻ്റെ ഒരു പിറവി അങ്ങനെയാണ്. പിന്നെ ആ ഒരു ചിന്തയും ഇതിൽ നിന്നൊക്കെ വന്നതാണ്. അപ്പോൾ ഐ ഫീൽ ദാറ്റ് എല്ലാവരും അവരവരുടെ റെഫറൻസസ് ഹൈ വയ്ക്കുക, ബെറ്റർ അതായത് ലിസണിങ്. ഇപ്പോൾ മ്യൂസിഷ്യൻ ആണെങ്കിൽ ഒത്തിരി കേൾക്കാൻ ശ്രമിക്കുക, അപ്പം തന്നെ നമ്മൾ ഒതുങ്ങിക്കോളും. നമുക്ക് മുന്നേ ഒത്തിരി പേര് അത് ചെയ്ത് കഴിഞ്ഞ് കാണും, ഭയങ്കരമായ അച്ചീവ്മെന്റ്സ് നടത്തി കാണും. അപ്പം നമ്മൾ ഒരായുസ് പോരാ, അങ്ങോട്ടൊന്നല്ല അതിൻ്റെ പകുതി വഴി പോലും എത്താൻ ചിലപ്പോൾ പറ്റിയൊന്നുമില്ല. അപ്പം തന്നെ തീർന്നല്ലോ, ജാടയൊക്കെ കഴിഞ്ഞു. ഈ ഭാവമായിട്ട് റിലേറ്റ് ചെയ്ത ഓരോ ക്വസ്റ്റനും കൂടെ എനിക്കല്ല ഏറ്റവും ക്യാച്ച് ആയിട്ട് തോന്നിയത് അതിൻ്റെ വിഷ്വലൈസേഷനാണ്. അപ്പോൾ അല്ല വമ്പന്മാർ നമ്മളിലുണ്ട്, വമ്പത്തരം കുറയ്ക്കാന്ന് പറയുമ്പോൾ ചേട്ടൻ സ്റ്റേജിന് ഇങ്ങനെ കുനിഞ്ഞ് ചെയ്യുന്ന ഒരു വിഷ്വൽ. അപ്പോൾ അവനും എൻ്റെ കൂടെ അത്രയും കൂടെ നിന്ന് ചെയ്തൊരു പാട്ടാണ്. മനസ്സിലുള്ളത് എടുത്തിട്ട് പുള്ളിയുടേതായ ഒരു ഇൻ്റർപ്രിട്ടേഷനും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എഡിറ്റ് എല്ലാം. അപ്പോൾ ആ പോർഷനിൽ അത് പെർഫോം ചെയ്യുമ്പോൾ ഞാൻ അവസാനം ഇങ്ങനെ ബോ ചെയ്യുന്ന സംഭവത്തിൽ എഡിറ്റിൽ അത് കറക്റ്റായിട്ട് ആ ലിറിക്കിൽ വന്നപ്പോൾ അതൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഫ്യൂ ഇയേഴ്സ് ബാക്ക് ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റിയും യൂട്യൂബും ഒന്നും ഇല്ലാതിരുന്നൊരു സമയത്ത് ഈ മ്യൂസിക്കിലേക്ക് ഇറങ്ങി വന്ന ഒരാളാണ്. അപ്പോൾ ഇന്നിപ്പോൾ നിൽക്കുമ്പോൾ സെൽഫ് ബ്രാൻഡിങ്ങിൻ്റെ ഒരു വലിയ ലോകത്താണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ അന്ന് ചെയ്യാതിരുന്ന, ഞാൻ ഒരിക്കലും ചെയ്യേണ്ടി വരില്ല എന്ന് വിചാരിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം ജോബ് കുര്യൻ ഈസി ആയിട്ട് ചെയ്തു പോകുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം മുതൽ റീൽസും ഇതൊന്നും എനിക്കങ്ങ് ടോട്ടലി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഭവങ്ങളല്ല. അത്രയും ഫാസ്റ്റായി കഴിഞ്ഞു കാര്യങ്ങൾ. പക്ഷേ നമ്മളും ഒരു പരിധിവരെ അപ്ഡേറ്റഡ് ആകുക എന്നുള്ളത് ആസ് ആൻ ആർട്ടിസ്റ്റ് ഇറ്റ് ഈസ് റിക്വയർഡ് എന്നും എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ അതിൻ്റെ നല്ല വശങ്ങളും ഉണ്ട്. ഇപ്പം നമ്മുടെ മ്യൂസിക് ആൾക്കാർ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വളരെ ഈസി ആയിട്ട് ഇന്ന് പറ്റുന്നതിൻ്റെ ഒരു റീസൺ അതൊക്കെ തന്നെയാണ്. മനസ്സിലായി, പണ്ട് ഒരു പാട്ട് ഇറങ്ങിയാൽ അത് എത്തിക്കാൻ എന്തോരം കഷ്ടപ്പെടണം, എത്ര പേരെ കണ്ട് എത്ര പേരെ കാല് പിടിച്ച് നമുക്ക് ഒരാൾ ഒരു ഓഡിയോ റിലീസ് ചെയ്യാൻ തയ്യാറാവണം, ഒരു പ്രൊമോ തരാൻ തയ്യാറാവണം. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഇന്ന് അങ്ങനെ നോക്കിയാൽ അതിൻ്റെ ഏറ്റവും നല്ലൊരു വശം എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമുക്ക് ഈസിലി നമുക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ആർട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ എന്നൊരു സ്ഥലമുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇപ്പോൾ ജീവിച്ചു പോകുന്നത്, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കും. അതുകൊണ്ടാണ് മൊണോപ്പൊളി ഇല്ലാത്തത്. മൊണോപ്പൊളി ഈസ് എ വെരി ഡേഞ്ചറസ് തിങ് ഇൻ എനി ഫീൽഡ് ഫോർ ദാറ്റ് മാറ്റർ. അപ്പം അതൊന്നും ഇല്ലല്ലോ. ഇന്ന് എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. അവർ ടാലൻറ്റഡ് ആണെങ്കിൽ, അവർ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ആ സ്ഥാനം അവർക്ക് കിട്ടിയിരിക്കും, സൂണർ ഓർ ലേറ്റർ ഫോർ ഷുവർ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു നല്ല വശം ഉൾക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഐ ട്രൈ ടു ഗെറ്റ് നോട്ട് അഡിക്റ്റഡ് ടു ഓൾ ദീസ് തിങ്സ്. അത് നോക്കാറുണ്ട്. ചില സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മനുഷ്യരെ പോലെ നമുക്കും തോന്നാറുണ്ട്. എന്നിരുന്നാലും ഞാൻ ഐ ട്രൈ ടു സ്റ്റേ അവേ. ഞാൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ പരിപാടികൾ. ഡിപ്പെൻഡൻ്റ് ആയി പോകുന്നൊരു ലെവലിലേക്ക് ഫോൺസ് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത്. അത് ഇപ്പം അതൊരു ബുദ്ധിമുട്ട് ഉള്ളിലുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ വളരെ കൂടുതലായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് ആൻ ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റ് വളരെ വളരെ വലുതാണ്. ഇപ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു ശാഖയെക്കാട്ടിലും ഒരു ഇൻഡി ആർട്ടിസ്റ്റ് ഇതിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. നമുക്ക് തിയേറ്ററിൽ ഇത് പ്രദർശിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ടിക്കറ്റ്സ് ഇല്ല. ഇതിൽ നിന്നുള്ള പ്രേക്ഷകരാണ് കോൺസേർട്സിൽ വരുന്നതും ഈവൻ സ്പോട്ടിഫൈ, ഐട്യൂൺസ് മുതലായ പ്ലാറ്റ്ഫോംസിൽ വരുന്നതും
ഒക്കെ ഇതിൽ നിന്നാണ്. നമ്മുടെ സത്യം പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലെങ്കിൽ ആള് തട്ടിപ്പോയെന്ന് വരെ ചിന്തിക്കുന്നവർ കൂടുതലാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ലേ ആളില്ലേ ഇപ്പം സജീവമല്ലേ, അപ്ഡേറ്റ്സ് ഒന്നുമില്ല. നമ്മൾ കുറച്ച് ദിവസം ബ്രേക്ക് ചെയ്താൽ തന്നെ പുള്ളി ഇപ്പം എവിടെ പോയി എന്തെങ്കിലും വയ്യായിക ഉണ്ടോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ലെവലിൽ ആൾക്കാർ അതിലാണ്. സോ കാലം മാറിയതനുസരിച്ച് അറ്റ്ലീസ്റ്റ് മിനിമം അപ്ഡേഷൻസ് റിക്വയർഡ് ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും അത് ചെയ്യണം തന്നെയാണ്. അതിൻ്റെ സാധ്യത നമ്മൾ ഉപയോഗിക്കണം. പക്ഷെ അത് ഓവർ ആയി പോകുന്ന ഒരു ടെൻഡൻസിയും ഉണ്ട്. കാരണം ഇവൻ പെട്ടെന്ന് അതിൽ ഡിപ്രഷനിലേക്ക് പോകും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നമുക്ക് അതിൽ ഇത്ര ലൈക്സ് കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാകുന്നവരുണ്ട്. അതൊക്കെ വറീഡായിട്ട് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന ലെവലിലും പോകുന്ന പല കേസുകളുണ്ട്. ഇപ്പോൾ ഒരു പാട്ടിറക്കി നമ്മൾ ഇത്ര ഷെയർസ് ഇത്ര സമയത്തിന് കിട്ടിയില്ലെങ്കിൽ തകർന്നു പോകുന്ന ആൾക്കാരുണ്ടല്ലോ. അത് ചെയ്യാതിരിക്കുക. എന്നുവെച്ചാൽ ഒരിക്കലും അങ്ങനെ വരില്ല. അതൊരു സമയത്ത് അതിന് കിട്ടേണ്ട ഒരു അപ്രിസിയേഷൻ നല്ല വർക്കാണെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരിക തന്നെ ചെയ്യും. കറങ്ങി വരും. കുറേ കൊല്ലം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ പല അനുഭവങ്ങളുണ്ട്. നമ്മൾ അന്ന് പണ്ട് ചെയ്ത പാട്ടുകൾ ആരും അന്ന് ശ്രദ്ധിച്ചില്ല എന്ന് എനിക്ക് തോന്നിയ പാട്ടുകൾ ഇന്ന് റീൽസിൽ മ്യൂസിക്കായിട്ട് ഇട്ട് തിരിച്ച് പലരും കേട്ട് വിളിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വൺസ് യു പുട്ട് യുവർ ഹാർട്ട് ഔട്ട് ഫോർ സംതിങ് അത് കറങ്ങി ഏതെങ്കിലും ഒരു സമയത്ത് അത് നമുക്ക് വന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ വിഷമിക്കാതിരിക്കുക. ലൈക്കുകളോ ഷെയർസോ അല്ല നിങ്ങളുടെ ആർട്ട് ഫോമിന് നിർണ്ണയിക്കുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരൊറ്റ വിശ്വാസത്തിലാണ് നമ്മൾ ഓരോ പാട്ടും ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പാട്ട് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. അതൊരു ഇത്ര ശതമാനം ആൾക്കാരിലേക്കായിരിക്കും ഒരു പാട്ട് എത്തുക. ചില പാട്ട് ജനകീയമായിട്ട് ഇച്ചിരി കൂടെ പോകും, ചിലത് ഇച്ചിരി കൂടെ ചെറിയ റോൾ. പക്ഷേ പോകുന്നിടത്ത് അവരെ ശരിക്കും അവരെ സ്പർശിക്കാൻ പറ്റട്ടെ, അവരെ തട്ടി ഇങ്ങനെ പോകാത്ത ഉള്ളിൽ തൊടുന്ന പാട്ടുകളായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഓഡിയൻസ് വിൽ ഗ്രോ സ്ലോലി. അതൊരു ഓർഗാനിക് ഗ്രോത്ത് ആണ്. എൻ്റെ ഒരു പേഴ്സണൽ ഇൻസിഡൻറ്റിൽ നിന്ന് ഞാൻ ഒരു ചോദ്യത്തിലേക്ക് വരാം. ഞാൻ ഇന്നലെ ട്രെയിനിലേക്ക് വരുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന ആൾക്ക് കാഴ്ചയില്ലായിരുന്നു. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ചെവിയിൽ ഹെഡ്സെറ്റിൽ ചേട്ടൻ്റെ പാട്ട് തന്നെയാണ് ഇങ്ങനെ റീവൈൻറ്റി കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്തോ പറയുന്നുണ്ട്. അപ്പോൾ അടുത്തിരിക്കുന്ന സ്ത്രീ ഇങ്ങനെ നെഞ്ചിൽ ഇങ്ങനെ തട്ടിക്കൊടുക്കുക. അപ്പം ബ്ലൈൻഡ് ആണല്ലോ, ഭയങ്കരമായ സ്നേഹം ഞാൻ അവിടെ കാണും. അത് ഞാൻ കേൾക്കുന്നത് ഫുള്ളും ജോബേട്ടൻ്റെ മ്യൂസിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ഈ വിഷ്വൽ കാണുന്നതൊക്കെ. അപ്പോൾ ഈ പാട്ടിനും ആ വിഷ്വലെല്ലാം കൂടെ വന്നപ്പോൾ പിന്നെ ഒരു ഭയങ്കര ഹീലിംഗ് ക്വാളിറ്റി ഉണ്ട് ചേട്ടൻ്റെ മ്യൂസിക്കിനെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ചേട്ടൻ എങ്ങനെയാണ് ആ ഹീലിംഗ് ക്വാളിറ്റി എല്ലാ പാട്ടിലും കൊണ്ടുവരുന്നത്? സ്വയം അത്രയും ഹീൽഡ് ആയ ഒരു ആളാണോ ജോബ് കുര്യൻ? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ പെടും. ബട്ട് ഈ പറഞ്ഞ കണക്ക് ഓരോ അനുഭവങ്ങൾ പാട്ടായിട്ട് വരുമ്പം അതിൻ്റെ ഒരു ട്രൂത്ത് ഭയങ്കരമായിരിക്കുമല്ലോ. 100% സത്യസന്ധത കാണും. നമ്മുടെ തന്നെ ഒരു ബയോഗ്രാഫിക്കൽ നേച്ചർ ഞാൻ കീപ്പ് ചെയ്യാൻ നോക്കാറുണ്ട് പാട്ടുകളിലെ. ഞാൻ ഈ സിനിമയിൽ ചെയ്യുമ്പോൾ അത് വേറൊരു ക്യാരക്ടറാണ്. നമ്മൾ വേറെ ഒരാളുടെ സ്വപ്നം മീറ്റ് ചെയ്യാൻ നോക്കുകയാണല്ലോ. ഇതിപ്പോൾ നമ്മുടെ തന്നെ അനുഭവങ്ങളും സ്വപ്നങ്ങളും മീറ്റ് ചെയ്യാൻ നോക്കുമ്പം അതിനൊരു അല്പം സത്യസന്ധത വേണം. കൂടുതലായിട്ട് നമുക്ക് ചിലപ്പം മ്യൂസിക്കിൽ അനുഭവപ്പെടാം. കാരണം നമ്മൾ അത്രയും പ്യുവറായിട്ടാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് കരഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. സന്തോഷം കൊണ്ടാണോ അതോ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു ആത്മനിർവൃതി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു എക്സ്റ്റസിയാണത്. അപ്പം അങ്ങനെ ചെയ്യുന്ന പാട്ടുകൾക്ക് ഉറപ്പായിട്ടും ദർ ഇസ് സം പവർ ടു കണക്ട് വിത്ത് ദ ഓഡിയൻസ്. അത് ഉറപ്പൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ വിശ്വാസമാണ്. നമുക്കതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നത് അത്ര മാത്രമാണ്. ട്രൈ ടു ബി മോസ്റ്റ് സിൻസിയർ ടു യുവർ സെൽഫ് ഫസ്റ്റ്. ട്രെൻഡോ ഇങ്ങനത്തെ സംഭവങ്ങളിലേക്ക് പോകാതെ അയ്യോ അത് ഭയങ്കര ട്രെൻഡ്, ഇപ്പം ഹിപ്പ് ഹോപ്പ്, അപ്പം നമുക്ക് ഹിപ്പ് ഹോപ്പ് പിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന ട്രെൻഡിലാണ് ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ നോക്കാറില്ല. ഞാൻ എൻ്റെ ഒരു പരിപാടി എനിക്ക് പറ്റുന്ന പോലെയല്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് ദർ ഇസ് സം പോയിന്റ് ദാറ്റ് ദ ഓഡിയൻസ് ഫീൽ ദാറ്റ് സിൻസിയറിറ്റി ഇൻ ദ സോങ്സ്. ഇപ്പോൾ പദയാത്ര കുറേ പേര് എൻ്റെ അടുത്ത് ഒത്തിരി പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ട്രീറ്റ്മെൻറ്റ് ടൈം ചേട്ടാ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മറ്റേ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പുറത്ത് ഫോണിന് ഇപ്പുറത്തെ വശം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും ഉറപ്പാണ്. കാരണം വെച്ചാൽ അതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവാർഡോ നമ്മൾ പറയത്തില്ല, അതിനേക്കാളൊക്കെ മുകളിലാണ് ഒരാളുടെ ലൈഫിൽ അങ്ങനെ നമുക്കൊരു ഒരു സ്ഥാനം നമുക്ക് കിട്ടുക എന്ന് പറയുന്നതേ. അപ്പോൾ ചിലപ്പോൾ അതായിരിക്കും ഈ ഹീലിംഗ് എന്ന് ഇപ്പോൾ താങ്കൾ ഉദ്ദേശിച്ച
സംഭവം. അത് ഭയങ്കര സ്വസ്ഥതയാണ് മ്യൂസിക്കുകൾക്കൊരു സമാധാനം ഫീൽ ചെയ്യണം. അപ്പൊ അത്രയും സമാധാനം ഉള്ളതുകൊണ്ടാണോ അത് അല്ല, സമാധാനം ഭയങ്കര കുറവാണ്. ഞാൻ ഭയങ്കര ആങ്സൈറ്റിയുടെ ആളാണ്. ഇപ്പോൾ ഒരു പ്രോസസ്സിൽ ശരിക്കും ഭാര്യ പറയും പ്രസവം കഴിഞ്ഞോ എന്ന് ചോദിക്കും. കളിയാക്കി പറയോ പ്രസവ വേദനയിലാണല്ലേ. അപ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത് തന്നെയാണ്. പാട്ടിറങ്ങുന്ന ഒരു മൊമെൻ്റ് വരെ നമുക്ക് അത്രയും സ്ട്രെസ്സും ചിലപ്പം അതായിരിക്കും എൻ്റെ ഒരു നാച്ചുറൽ പ്രോസസ്സ്. അത് കഴിഞ്ഞാൽ ഞാൻ ടോട്ടലി അത് വിട്ടങ്ങ് പിടിക്കും. ഞാൻ പിന്നെ അതിൽ നോക്കിയിരിക്കലോ ഭയങ്കരമായിട്ട് അതിൽ കമൻസ് പോയി നോക്കുകയോ ഡിറ്റാച്ച്ഡ് ആവാൻ ശ്രമിക്കാറുണ്ട്. നമുക്ക് ഉറപ്പായിട്ട് നമ്മളെല്ലാ ബേസിക് ഹ്യൂമൻ നേച്ചറാണ്. നമ്മൾ ചെയ്തൊരു സംഭവം അപ്രിഷ്യേറ്റഡ് ആകുന്നുണ്ടോ എന്നൊക്കെ നമ്മളെല്ലാവരും. പക്ഷെ ഞാനതിൽ ഒബ്സസ്ഡ് ആവാറില്ല ഉറപ്പായിട്ടും. ഞാനിപ്പോൾ യൂട്യൂബിലൊക്കെ പലരും പറയും എടാ ഇങ്ങനെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടില്ല. ചിലത് കാണും ഉറപ്പായിട്ടും. നമ്മൾ പിന്നെ വല്ലപ്പോഴും ചെന്ന് ഒന്ന് നോക്കുക. സന്തോഷമൊക്കെ തന്നെയാണ് അത് ഇഷ്ടമില്ലാത്ത ആരാ. പക്ഷെ അതിൽ ഒബ്സസ്ഡ് ആവാതെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ആ സ്വസ്ഥത ചില സമയത്ത് നമ്മുടെ അസ്വസ്ഥത കൂടുമ്പോൾ ആയിരിക്കും ഒരു സ്വസ്ഥതയായിട്ട് മാറുന്നത്. ഞാൻ അത്രയും ടെൻഷൻ അനുഭവിക്കുന്ന ഒരാളാണ് ഒരു പ്രോസസ്സ്. കാര്യം വെച്ചാൽ ഐ ട്രൈ ടു ഗിവ് മൈ ബെസ്റ്റ്. ആ സമയത്ത് നമുക്കൊരു കഴിവുണ്ടല്ലോ. ഓരോ സമയത്തൊരു കഴിവ് നമ്മൾ അക്വയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ കിട്ടുന്നതോ ആയിട്ടുള്ളൊരു സംഭവം അത് അപ്പം കൊടുക്കാൻ പറ്റണം ആ പർട്ടിക്കുലർ സോങ്ങിൽ. അത്രേ പറ്റുള്ളൂ. പിന്നീട് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്കൊരു വഴിയുള്ളൂ. അടുത്ത പാട്ടിലേക്ക് ഇത് ശ്രമിച്ച്. അപ്പം ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം കുറച്ച് പാട്ടുകൾക്കൊക്കെ ഓഡിയൻസ് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. മിക്ക പാട്ടുകളിലും ഉണ്ടോ ഒക്കെ അങ്ങനെ കേൾക്കുന്നതാണ് എനിക്ക് സന്തോഷം. അത് അത്രയും സിൻസിയറായിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. ഇത്രയും ആങ്സൈറ്റി ഉള്ള ഒരാളെ ഒരു വലിയ ക്രൗഡിന്റെ മുമ്പ് നിൽക്കുമ്പോൾ സർവ്വതും മറന്ന് പെർഫോം ചെയ്യാനുള്ള ഒരു എനർജി സംഭവമാണ്. എനിക്ക് അറിയത്തില്ല. അത് ഭയങ്കര എൻ്റെ അടുത്ത് ചോദിക്കാൻ നിങ്ങൾ ആങ്സൈറ്റിയുടെ ആളാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ആങ്സൈറ്റി? നിങ്ങൾ ഇത്രയും പേരെ മുന്നിൽ മറ്റേ അടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയാം ബാക്ക് സ്റ്റേജിലൊന്ന് വന്ന് കണ്ടാൽ കൃത്യം മനസ്സിലാവും. പെർഫോം ചെയ്യുന്നതിന് മുമ്പ് ഞാനിങ്ങനെ മറ്റേ വയറുവേദന ഉണ്ടോ മറ്റേ ഇത് പ്രശ്നം തോട്ട് ഇങ്ങനെ നടക്കുന്ന ആളാണ്. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു മാജിക്കാണ്. കോൺസേർട്ട് ഓഡിയൻസിൻ്റെ ഒരു സ്നേഹം, ആ ദിവസത്തിൻ്റെ ഒരു ബ്യൂട്ടി, എന്തോ ഒരു സംഭവമാണ്. ടെക്നിക്കൽ എല്ലാവരും ടീം വർക്ക്. ഐ ജസ്റ്റ് എൻജോയ് ദ പ്രോസസ്സ്. അതാണ് അതിൻ്റെ സത്യം. ഒരിക്കലും എനിക്ക് സ്റ്റേജിൽ അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. അഭിനയിക്കേണ്ടി വന്നില്ല. ഞാൻ അഭിനയിക്കാറില്ല. ഞാൻ ആ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറയും 2 വെള്ളി കിട്ടിയില്ലേ അപ്പം കിട്ടി ചേട്ടാ കുഴപ്പമില്ല പൊയ്ക്കോളം. അല്ല നമുക്കത് മറക്കാമെന്നോ. ഞാനത് സത്യം പറഞ്ഞാൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഐ ട്രൈ ടു നമ്മളെ ഒരു കുടുംബം പോലെ ആകുന്നൊരു ഫീലാണ്. അത്രയും പേര് ഒരു ശബ്ദമായിട്ടും ഓഡിയൻസ് ഫുള്ളായിട്ട് ആ ഒരു സ്നേഹവും നമ്മളുടെ ഇതും കൂടെ നിൽക്കുന്നവരുടെ ഒരു ടുഗെദർനെസ്സും അങ്ങനെ എനിക്ക് കയറാൻ പറ്റുള്ളൂ. ഇപ്പം കൂടെ നിൽക്കുന്നവരുമായിട്ടുള്ള അത്രയും മാനസികമായ ഒരു അടുപ്പമുണ്ട് എനിക്ക് എൻ്റെ കൂടെ പ്ലേ ചെയ്യുന്ന ഓരോരുത്തരുമായിട്ട്. അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളായിട്ട് മാത്രമേ ഞാൻ വർക്ക് ചെയ്യാറുള്ളൂ. അപ്പം ഞങ്ങളുടെ ഒരു ടുഗെദർനെസ് ഓഡിയൻസിലേക്ക് നമ്മൾ കൊടുക്കാൻ നോക്കുന്നു. അവരിത് ഇങ്ങോട്ട് തിരിച്ച് തന്നു തുടങ്ങിയാൽ പിന്നെ അതൊരു മേളമാണ്. അതിലെന്ത് തെറ്റ് വന്നാലും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷയമല്ല. ഞാനത് ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട് അറ്റ് ഓൾ. അന്ന് പ്രശ്നം വന്നു, ശരിയാണ്, ഈ പാട്ട് കുറച്ച് പ്രശ്നമായി. പക്ഷെ ഓഡിയൻസ് നമ്മൾ നിൽക്കുന്നേ അത് പ്രത്യേക ഒരു ബ്യൂട്ടിയാണ്. അവർക്കറിയാം, അവർക്കെല്ലാം അറിയാം ഈ പാട്ടിൽ ഈ പ്രശ്നം വന്നു. പക്ഷെ അവരതല്ല അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അവരാ മൊമെന്റ് ആ ഒരു എനർജി ലെവലാണ് ആൾക്കാർ വീട്ടിലോട്ട് കൊണ്ടുവന്നത്. ആ സ്നേഹം ആണ്. അല്ലെങ്കിൽ മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്ക്. ഷോബിസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ഇപ്പം കമോൺ എവരിബഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ്. എല്ലാവരും എന്ത് ചെയ്യുന്നത്. പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യണം. നമ്മൾ ഫീൽ ചെയ്ത് ചെയ്യുമ്പോൾ അത് അവർക്ക് കിട്ടുമോ. ചില ഓഡിയൻസിൻ്റെ അടുത്ത് ഞാൻ പരിഭവം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെന്തെന്ന് ഇഷ്ടം നമ്മളിവിടെ ഇത്ര എന്തെങ്കിലും ഒന്ന്. അപ്പോൾ ഒരു പേര് കൂടെ ഇറ്റ്സ് ദ വേ ടു സ്പീക്ക് ഇസ് ഡിഫറെൻറ്റ്. നമ്മൾ യു ഹാവ് ടു ബി പൊളൈറ്റ് ടു എവറിബഡി. നമുക്ക് എന്തും തുറന്ന് സംസാരിക്കാം, മനുഷ്യരല്ലേ. പക്ഷെ പറയുന്നതിനൊക്കെ ഒരു രീതിയുണ്ടോ, അത്രേ ഉള്ളൂ. ഓഡിയൻസിൻ്റെ അടുത്ത് നമുക്ക് ഇന്നൊരു അസ്വസ്ഥതയുണ്ട്, നിങ്ങളുണ്ടെങ്കിൽ നമ്മൾ നോക്കും എന്ന് പറയാം. ഒരു കോട്ടയ്ക്ക് നിൽക്കും. അതൊരു ലൈവ് പെർഫോമറിനെ അത് പറഞ്ഞ ശരിക്കും അത് ഭയങ്കര ഫീലിംഗ് ആണ്. ചില ഷോസിൽ ഇടയ്ക്ക് നിർത്തി ബ്രേക്കൊക്കെ എടുത്ത് ഞാൻ വന്നിട്ടുണ്ട്. ചുമ്മാ ഞാനങ്ങ് ഇറങ്ങിയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ വരാവേ ചില എന്തൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടോ അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാവുന്നത്. അത് തിരിച്ചു വരുമ്പോൾ അത്രയും വാമായിട്ട് നമ്മൾ റിസീവ് ചെയ്യുകയും ചെയ്യും. അല്ലാതെ അവനെന്തിനാ അങ്ങനെയല്ല. അത് നമ്മളാ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആ ഒരു പ്യുവറസ്റ്റ് ഒരു സാധനം അങ്ങ് കൊടുക്കുമ്പോൾ
അവർക്കത് തരും. അതിൻ്റെ അകത്ത് ഒരു തർക്കമില്ല. ഓഡിയൻസ് ബ്യൂട്ടിഫുൾ ആണ് അങ്ങനത്തെ ഒരു കാര്യത്തിൽ. ചിലർ ആദ്യം ഒന്ന് ഇൻഹിബിഷൻസ് ഉണ്ടാവും, ചില ഓഡിയൻസ്. ചിലർ ആദ്യം ഒന്ന് ഇച്ചിരി ടഫായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ, അല്ലാതെ അവർക്ക് ഫീൽ ചെയ്യാഞ്ഞിട്ടോ അങ്ങനെയൊന്നുമില്ലത്. നമ്മളവരെ തെറ്റിദ്ധരിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ റോങ് ഇൻഫ്ലുവൻസസ് ഓഫ് കോഴ്സ്. ഫുൾ ആൽക്കഹോളിക് ആയിട്ടൊരു ക്രൗഡ് വന്നു നിന്നാൽ അവരങ്ങനെ ബിഹേവ് ചെയ്യുന്നിരിക്കും. ഒത്തിരി അതിന് അതൊക്കെ നമ്മൾ എന്തായാലും അതിൻ്റെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഇറ്റ്. വേറെ ഇൻഫ്ലുവൻസസ് വന്ന് നിൽക്കുന്നവർ എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ലല്ലോ ചിന്തിക്കുന്നത്. ചിലവർ അത് എൻജോയ് ചെയ്യുന്ന രീതിയിൽ ചിന്തിക്കും, ചിലവർക്കത് അവരുടെ ഫ്രസ്ട്രേഷൻ റിലീസ് ചെയ്യാനുള്ള സ്ഥലമായിട്ട് മാറും. അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ അപ്പം തന്നെ പറയാറുമുണ്ട്. അവിടെ ഞാൻ മറക്കി വെക്കാറൊന്നുമില്ല. ചേട്ടാ മോശമാണ് ചേട്ടാ അത് പാടറ എന്നൊക്കെ പറയുന്നതൊക്കെ മോശമല്ലേ ചേട്ടാ, ആലോചിച്ച് നോക്കുക. അല്ലെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആസ് ഓഡിയൻസ്. ബാക്കി ഇത്രയും നല്ല ഓഡിയൻസിൻ്റെ പേര് നിങ്ങൾ ഒറ്റൊരാൾ കളയല്ലേ എന്നൊക്കെ പറയുമ്പോൾ പുള്ളി പിന്നെ ഗിൽറ്റ് അടിച്ചിട്ട് പിന്നെ ശരിയാവും. അങ്ങനെയൊക്കെ ഒത്തിരി അനുഭവങ്ങൾ ബീങ് പെർഫോമർ ഒരു 10-18 വർഷത്തെ എൻ്റെ അനുഭവത്തിലുണ്ട്. ഇത്രയും ഓണസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഫീൽഡിൽ സർവൈവ് ചെയ്യാൻ പാടാണോ ജനറലി? എനിക്കറിയില്ല. ഇത്രയും കൊല്ലം ഏതായാലും തൽക്കാലം അതിൽ ജീവിച്ചു പോയിട്ടുണ്ട്. ഇനി എത്ര കൊല്ലമൊന്നും എനിക്കറിയില്ല, ഒരു പിടുത്തമില്ല. അതിൻ്റെ ആങ്സൈറ്റിയും ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഒക്കെ നാച്ചുറലി ഒരു മനുഷ്യനുണ്ടാകുന്ന പോലെ എനിക്ക് ഉണ്ടാവാറുമുണ്ട്. പക്ഷേ അറ്റ് എൻഡ് ഓഫ് ദ ഡേ എനിക്കൊന്ന് ഫാമിലിയുടെ സപ്പോർട്ടായിരിക്കാം, പുള്ളിക്കാരിയുടെ സപ്പോർട്ടായിരിക്കാം, പ്ലസ് എൻ്റെ ഫാദർ മദർ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. ഒരു തരത്തിൽ എന്നെ ഡിമോറലൈസ് ചെയ്യുന്ന ഒരു കാര്യവും നടത്താറില്ല ആരും. അപ്പോൾ ചിലപ്പോൾ അവരൊക്കെ പറയാം അതിപ്പോൾ എടാ ഇത്രയും കാലം പാട്ട് കൊണ്ട് നമ്മൾ ജീവിച്ചില്ലേ, നീ ഇത്രയും അറ്റ്ലീസ്റ്റ് 10 പേർക്ക് ഇഷ്ടപ്പെടുന്ന സംഭവങ്ങൾ ചെയ്തില്ല. 10 പേരല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷം തന്നെയല്ലേ. ചേട്ടാ എനിക്ക് അറിയാൻ വളരെ ക്യൂരിയോസിറ്റി ഉള്ളൊരു കാര്യം, എനിക്ക് തൊട്ടടുത്തുള്ള ഒരു സ്ഥലവുമായിട്ട് വളരെ ആത്മബന്ധമുള്ള ഒരാളാണല്ലോ. ഈ മുല്ലയിൽ ചൈൽഡ്ഹുഡ് വല്ലാതെ ബ്യൂട്ടിഫുൾ ആയിട്ടല്ല എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് ആ ഒരു കുട്ടിക്കാലം. ഈ മ്യൂസിക്കിലേക്ക് വരുന്നതിന് ജോബ് കുര്യൻ്റെ കുട്ടിക്കാലം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ഒത്തിരി. അങ്ങനെ ഫാദർ തന്നെയാണ് എൻ്റെ ഏറ്റവും റീസൺ. അച്ഛൻ ഞങ്ങൾ ബേസിക്കലി ഒരു കർഷക കുടുംബമാണ്, പ്ലാന്റേഴ്സാണ്, കുട്ടനാട്ടുകാരാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് സെറ്റിൽ ചെയ്ത മൈഗ്രേറ്റ് ചെയ്ത് സെറ്റിൽ ചെയ്ത ഫാമിലിയാണ്, കളപ്പുരയ്ക്കുള്ള ഫാമിലി. അപ്പോൾ ബേസിക്കലി കർഷകരായിരുന്ന അല്ലെങ്കിൽ പ്ലാന്റേഴ്സ് ആയിരുന്ന ഫാദറിൻ്റെ നമ്മളെല്ലാ ഫാമിലി മ്യൂസിക് ഉണ്ട്, ഭയങ്കര ഒരു ഘടകം. എല്ലാവരും പണ്ട് ഇവർ ട്രാൻസിസ്റ്ററൊക്കെ വെച്ച് പാടത്തും മറ്റേ അവിടെ കൃഷിയുടെ സമയത്ത് കേട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനത്തെ ഫാദറൊക്കെ ഭയങ്കര മ്യൂസിക് ലവറാണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് വന്ന് താമസിക്കുന്ന സമയത്ത് അപ്പം ആർക്കെങ്കിലും അടുത്ത തലമുറയ്ക്ക് ഒരു കഴിവുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കണം, ഇങ്ങനെയൊക്കെ ഒരു വിഷൻ അവർക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗ്യം, അതിൻ്റെ റിസൾട്ടാണ് വാട്ടെവർ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും. അപ്പം അന്ന് എൻ്റെ അച്ഛൻ അത് മനസ്സിലാക്കി ഒരു മാഷിൻ്റെ അടുത്ത് പഠിപ്പിക്കാൻ വിട്ടില്ല. സുരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു മാഷ എന്നെ പഠിപ്പിച്ചു 2ാം ക്ലാസ്. അപ്പോൾ അന്ന് അവർ റിയലൈസ് ചെയ്ത് നമുക്ക് അങ്ങനെ ഒരു സ്കില്ലുണ്ട്. അത് എത്രത്തോളം വരുമെന്നോ പ്രൊഫഷണൽ അതൊന്നും ചിന്തിക്കുന്നൊന്നുമില്ലല്ലോ. നമ്മളൊരു സംഗീത പാരമ്പര്യമുള്ള കുടുംബമൊന്നുമില്ലല്ലോ. പക്ഷേ വാട്ടെവർ ടാലൻറ്റ് ഹിസ് ഗോട്ട് ഡെവലപ്പ് ചെയ്യണം എന്നൊരു വിചാരം അച്ഛനുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ആ പഠിച്ചു തുടങ്ങി. അപ്പോൾ ഉറപ്പായിട്ടും പിന്നെ കേൾപ്പിച്ചിരുന്ന മ്യൂസിക് അദ്ദേഹം എന്നെ ഒത്തിരി എടാ ഈ പാട്ട് കേൾക്കുക, റഫി സാബിൻ്റെ ഫുൾ കളക്ഷൻ കൊണ്ടുത്തന്ന് കേൾപ്പിക്കുമായിരുന്നു, ദാസാറിൻ്റെ ഫുൾ. അങ്ങനെ പിന്നെ ഒത്തിരി പുറത്ത് ജോൺ ഡെൻവറിൻ്റെ കൺട്രി മ്യൂസിക്, ഇങ്ങനെ അങ്കിൾ വരുമ്പോൾ ഒരു കാസറ്റ് കൊണ്ടുത്തരും. എനിക്ക് പ്രാന്താണ് ഇങ്ങനെ മ്യൂസിക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും കാസറ്റ്സ് ഒക്കെ ഉണ്ട്, അന്ന് കാസറ്റാണല്ലോ, എല്ലാവരും ഗിഫ്റ്റ് ചെയ്യും ഒക്കെ ചെയ്യും. അപ്പോൾ അത് ഭയങ്കര ഒരു ചൈൽഡ്ഹുഡ് മേജർ ഫാക്ടറാണ് ഓഫ് കോഴ്സ്. പിന്നെ കോളേജ് ടൈംസിലൊക്കെ ഒത്തിരി അത് ഡെവലപ്പ് ചെയ്തു. ലിസണിങ്, ഞാൻ പറഞ്ഞ ലിസണിങ് ആണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഓരോ പ്രാവശ്യം. തക്കാളി സിനിമയിലെ ചില്ലറാന്തൽ വിളക്കേ എന്നുള്ള പാട്ട്, സാധാരണ ചില്ലറാന്തൽ എന്ന് പറയുമ്പോൾ ഈ കൂട്ടിച്ചേർത്ത് ചില്ലു റാന്തൽ എന്ന് പറഞ്ഞാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതിലത് എടുത്ത് ചില്ലറാന്തൽ വിളക്കേ എന്നാണ് പാടുന്നത്. അപ്പോൾ ആ ഒരു ഡിസിഷൻ എവിടെ അങ്ങനെ തന്നെ വരണമെന്ന് ലിറിസിസ്റ്റ് പറഞ്ഞതാണോ, മ്യൂസിക്കിന് വേണ്ടി ചെയ്തതാണോ? ആ ഒരു പാട്ടും അതിൻ്റെ ഒരു കോമ്പോസിഷൻ ചില്ലുറാന്തൽ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ചില്ലു റാന്തൽ എന്നല്ല, ചില്ലുറാന്തൽ വിളക്കേ. ആ പാട്ടൊരു ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഗോപിചന്ദ്രൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ്. ആ പാട്ടിൻ്റെ വിഷ്വലൈസേഷനിലും എന്നുൾച്ചൂടിൽ സദ എന്ന് പറയുന്ന ആ പോർഷനിൽ ദുൽഖർ ഇൻ്റർവ്യൂവിന് പോകുന്നതും അവിടെ നിന്ന് ജോലി കിട്ടുന്നതും പിന്നെ ലൈഫ് കലി അടങ്ങിയ ഒരു സ്റ്റേജിലേക്ക് പോകുന്നതൊക്കെയാണ് വിഷ്വൽ. അതുപോലെ മാണിക്യ ചിറകുള്ള പാട്ടിൻ്റെയും വിഷ്വല്
ബ്യൂട്ടിഫുൾ ആണ്. ഒരു ഇപ്പം സ്വയം പാടിയ പാട്ടുകൾ ഇങ്ങനെ ഗംഭീര വിഷ്വൽസ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്തായിരിക്കും? ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ കുറ്റം തപ്പി നിൽക്കും. എൻ്റെ ഞാൻ പാടി ഇച്ചിരി കൂടെ അതൊന്ന് ശരിയാക്കി കൂടാടാ നിനക്ക്, അങ്ങനെയാണ് എൻ്റെ പ്രശ്നം. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഞാൻ ഭയങ്കര, അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ എൻ്റെ പാട്ടുകൾ കേൾക്കാറോ ഒന്നും ചെയ്യാറില്ല. അല്ലെങ്കിൽ അത്രയ്ക്ക് എനിക്ക് തൃപ്തിയുള്ള പാട്ടുകൾ ചിലത് അത് റെയറാണ്. സാറ്റിസ്ഫാക്ഷൻ ലെവൽസ് 100 ഇല്ല ഒരിക്കലും. അവിടെ ശരിയാക്കാമായിരുന്നു ഇത് മറ്റേ ദേഷ്യമൊക്കെ വരും. പക്ഷേ ചിലപ്പോൾ പാട്ട് ഭയങ്കരമായിട്ട് എത്തിയും കാണും. അപ്പം ഞാൻ ചേടാ ഇതിപ്പം അപ്പം പിന്നെ തൃപ്തിപ്പെടാം. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ പിന്നെ ഇടുക്കി ഗോൾഡ് ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഫീലാണല്ലോ. അപ്പോൾ ആ വിഷ്വലും ആ പാട്ടുമായിട്ട് എന്തോ ഒരു മാജിക്കാണ് മൊത്തത്തിൽ. അത് എനിക്കൊന്ന് അത് ബ്രില്യൻസ് ഓഫ് ദി ഡയറക്ടർ ആൻഡ് ആഷിഖേട്ടൻ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ പാട്ടിന് മൊത്തത്തിലൊരു നൊസ്റ്റാൾജിയയും പിന്നെ ഈ കലീലയും ആ സിനിമയ്ക്ക് അത് കറക്റ്റായിട്ട് തോന്നി. പ്ലേസ്മെന്റ് ഒക്കെ അതൊക്കെ ഒരു സത്യം പറഞ്ഞാൽ അതൊരു അവരുടെ ക്രാഫ്റ്റാണ്. നമുക്കതിലൊന്നും തന്നെ ചെയ്യാനില്ല. ഇപ്പം ഉറുമിയിൽ ആരാണായാലും ഇന്നലകളെ തിരികെ വരുമ്പോൾ 4 വരിയാണ്. പക്ഷെ ആ പടത്തിൽ അത് ഭയങ്കരമായിട്ട് വർക്കായി. അതൊക്കെ അവരുടെ ബ്രില്യൻസ് ആണ്. അബ്സല്യൂട്ട്ലി. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് നമ്മളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിനെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഏത് സിനിമയിലാണ് വരുന്നതെന്ന് പോലും ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ജസ്റ്റ് ഇങ്ങനെ സാഹചര്യം പറയുമായിരിക്കാം ഒരു ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ, ആ ഫീല് കിട്ടാൻ വേണ്ടി. പിന്നീട് സ്ക്രീനിൽ വരുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ശബ്ദം. ചിലത് അങ്ങനെ മാറിപ്പോയത് ഒത്തിരി കേസുകളുണ്ട്. സിനിമ മൊത്തത്തിൽ മാറി, സിനിമയും പാട്ടും ഒക്കെ മാറിപ്പോയ കേസുകളുണ്ട്. നമ്മൾ പാട്ടൊക്കെ പ്രതീക്ഷിച്ചിരിക്കും, പക്ഷെ ചിലപ്പോൾ വേറൊരു വോയിസ് ആയിരിക്കും. പക്ഷെ അതിൽ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് കാര്യമില്ലെന്ന് തന്നെയാണ് എൻ്റെ. അത് അവരുടെ ക്രാഫ്റ്റാണ്, അവരുടെ വിഷനാണ്. ആ ശബ്ദം ഇപ്പോൾ അതിൽ ചേരുന്നില്ലെങ്കിൽ അവരത് മാറ്റും. അല്ല നമ്മൾ വിഷമിച്ചിട്ടുള്ള ഒരു കാര്യമില്ല. അവരുടെ പ്രോജക്റ്റ് അല്ലേ അത്. നമ്മളതിൻ്റെ ഒരു ഭാഗമാണ്. ഒരു വന്നാൽ സന്തോഷം, വന്നില്ലെങ്കിലും നമുക്ക് വിഷമിക്കാനുള്ള ഒരു റൈറ്റ് ഇല്ല. ഞാനെപ്പോഴും അങ്ങനെയാണ് കാണുന്നത്. വിഷമമാവും എല്ലാ കലാകാരനും. അവർ മനസ്സ് കൊടുത്തൊരു സംഭവം വേസ്റ്റായി പോകുമ്പോൾ അതിൻ്റെ സങ്കടം വരും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ദെയർ കോൾ. ആ മ്യൂസിക് ഡയറക്ടറിൻ്റെയും ആ സിനിമ ഡയറക്ടറിൻ്റെയും കോള് തന്നെയാണത്. പക്ഷേ ഉറപ്പായിട്ടും പ്രൊഫഷണലി കറക്റ്റ് ആയിരിക്കണം എൻ്റെ കാര്യത്തിൽ. അത് ഇല്ലെങ്കിൽ ഞാൻ ശരിക്കും അത് എക്സ്പ്രസ് ചെയ്യാറുള്ള ആളാണ്. അതായത് നമ്മുടെ സമയം, ഓരോരുത്തരുടെയും സമയം വിലപ്പെട്ടത് തന്നെയാണ്. അത് ചെറിയ ആളായിക്കോട്ടെ, അങ്ങനെയൊന്നുമില്ല, ചെറുത് വലുതില്ല. അപ്പോൾ നമ്മളൊരാളെ ഒരു കാര്യത്തിന് ഹയർ ചെയ്യുകയാണെങ്കിൽ അത് ബ്രെഡ് ആൻഡ് ബട്ടറാണ്, അവരുടെയും നിത്യത്തൊഴിലല്ലേ. അപ്പോൾ അതിന് റെസ്പെക്റ്റ് കൊടുക്കാത്ത ഒരു പ്രോസസ്സ് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യാറില്ല. അത് ഞാൻ തുറന്ന് സംസാരിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ജസ്റ്റ് കാഷ്വലി പറഞ്ഞു വന്നപ്പോൾ വന്നതാണ്. അത് ചെയ്യുന്നതല്ല എൻ്റെ മര്യാദ. അറ്റ്ലീസ്റ്റ് അവരുടെ ടൈമിനൊരു മിനിമം കോമ്പൻസേഷൻ എന്നൊക്കെ പറയുന്നത് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഓക്കെയാണ്. അത് ചെയ്യാതെ വരുമ്പോഴാണ് അതൊരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരുന്നത്. അതിൻ്റെ അളവിലല്ല കാര്യം, ആ മര്യാദയിലാണ് കാര്യം. ചിലപ്പോൾ അത് ഫുൾ പേയ്മെൻ്റ് ആയിരിക്കില്ല തരാൻ പറ്റുക, അതൊന്നും പ്രശ്നമല്ല. എനിക്ക് അത് അഡ്രസ്സ് ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. അഡ്രസ്സ് ചെയ്യണം ജോബ്, ഇങ്ങനെ ഒരു ബഡ്ജറ്റ് വളരെ ലിമിറ്റഡ് ആണ്, അപ്പോൾ നമുക്ക് അത് പറയാനുള്ളൊരു മര്യാദ എല്ലാവരും കാണിച്ചാൽ അങ്ങനെ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമ്മളത് പറയുക, അല്ലെങ്കിൽ മിനിമം കോമ്പൻസേഷൻ ചെയ്യുക എന്നുള്ളൊരു മര്യാദയാണ്. ആൻഡ് ഈവൻ ഐ ഡോണ്ട് റേറ്റ് മൈസെൽഫ് ആസ് എ ഗുഡ് പ്ലേ ബാക്ക് സിംഗർ മൈസെൽഫ്. ഞാനൊരു ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ഒരാളായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആ കാര്യത്തിൽ ഭയങ്കര ഇമോഷണലാണ്. എനിക്ക് മൂഡ് സ്വിങ്സ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ സിനിമയിൽ ഇപ്പോൾ ആ സമയത്തിന് എല്ലാം സമയബന്ധിതമാണല്ലോ. ഇന്ന സമയത്തിനുള്ളിൽ ഔട്ട് കൊടുക്കണം, അങ്ങനത്തെ ഒത്തിരി കൺസ്ട്രെയിൻസിൽ അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാനതിൽ ഫിറ്റിന് അല്ല ആക്ച്വലി. പക്ഷേ ചില മ്യൂസിഷ്യൻസ് എന്നെ മനസ്സിലാക്കി, എൻ്റെ കുറവുകൾ മനസ്സിലാക്കി സമയം തന്ന് അവരത്ര മനസ്സ് തന്ന ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലൊക്കെയാണ് പല പാട്ടുകളും നന്നായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പം ഞാനൊരു റെഡി ടേക്ക് കക്ഷിയല്ല. സമയം എടുക്കുന്ന ആളാണ്, മനസ്സിൽ തന്നെ സമയം എടുക്കുന്ന ആളാണ്. ഇപ്പോൾ ഒരു പാട്ട് കേട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ പാടിയിട്ട് കാര്യമുള്ളൂ. ഞാൻ അങ്ങനെ പാടാറുള്ളൂ. നമുക്കും ഇഷ്ടപ്പെടണം, അവർക്കും ഇഷ്ടപ്പെടണം, നമുക്ക് പാടാൻ പറ്റണം, ഇതെല്ലാം കൂടെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എണ്ണം കുറയാറുണ്ട് പാട്ടുകളുടെ. ബട്ട് ഐ ഫീൽ ഐ എം ഡൂയിങ് ജസ്റ്റിസ് ടു മൈസെൽഫ് ആൻഡ് ടു ദം ആസ് വെൽ. ഇപ്പം നമുക്ക് മനസ്സോടെ കുറച്ച് പൈസ മേടിച്ച് പോകാമെന്ന് പറഞ്ഞ് പാടിയാൽ ആ പാട്ട് ശരിയാവുകയില്ല.
അത് ഇഷ്ടത്തോടെ പാടുമ്പോഴേ അത് അവർക്ക് വേണ്ടതും കിട്ടും. അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും ചെയ്യാറില്ല ചേട്ടൻ? നോ. ചെറിയ പാട്ടിൽ എവിടെയെങ്കിലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവണം, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഡു. ആരായാലും ഞാനത് എങ്ങനെയെങ്കിലും മുങ്ങും. ഞാൻ വേറെ ആരെ ഹേർട്ട് ചെയ്യാതെ മുങ്ങാൻ നോക്കാറുണ്ട്. മറ്റേ ആ ഒരു ഇങ്ങനെ മറ്റേ റഫായിട്ടൊന്നും ഞാൻ ഒരിക്കലും പറയാതെ ഞാൻ എങ്ങനെയെങ്കിലും അതിനെ അവർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, കാരണം അവരുടെ ക്രിയേഷൻ അവർക്ക് വലുതാണെന്ന്. അത് മോശമാണെന്ന് പറയാൻ ഞാൻ ആളുമല്ല, എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതായിരിക്കും ആദ്യം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ആണ് സിനിമയായിട്ടുള്ള ബന്ധം. പക്ഷേ എന്തോ ദൈവം സഹായിച്ചിട്ട് അറ്റ് റൈറ്റ് ഇൻ്റർവൽസ് ഐ സിങ് വെരി ഗുഡ് സോങ്സ്. ഇൻഫാക്ട് നല്ല മ്യൂസിക്കലായിട്ടുള്ള, ഇപ്പം സൗദി വെള്ളക്കയിലെ പകലോ കാണാതെ എനിക്ക് ഭയങ്കര നടികറിൽ ഒരു പാട്ടുണ്ട്, നടികറിൽ അത് ആക്ഷൻ നെഹയുടെ, മറ്റേത് പാലി എന്ന് പറഞ്ഞ മ്യൂസിഷ്യൻ. അപ്പോൾ ഇതൊക്കെ നല്ല പാട്ടുകളായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനതൊക്കെ പാടുന്നത്. അത് എത്രത്തോളം നന്നായി എന്നുള്ളത് പ്രേക്ഷകരും അവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഐ ക്യാൻ റിലേറ്റ് ടു സച്ച് സോങ്സ്. അതുകൊണ്ടാണ് ഞാൻ അതിന് പോകുന്നത്. അല്ലാത്തത് ഞാൻ ഏരിയ വിടും. ചേട്ടൻ്റെ പാട്ടിലെല്ലാം ഒരു വാണ്ടറർ അല്ലെങ്കിൽ ഒരു യാത്രികന്റെ ഒരു സോൾ എല്ലാ പാട്ടിലും. യാത്രകൾ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ഒത്തിരി യാത്രകൾ എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന എല്ലാവരും പറയുന്ന ഭയങ്കര ദൂരെ മറ്റേ ഹിമാലയത്തിൽ പോക്കോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ളൊരു യാത്ര, ഒരു മാജിക് ഡേ ആണ് ഇതൊക്കെ. അന്നത്തെ ഷൂട്ടിന് പദയാത്ര എല്ലാം ആ സെയിം ഡേ തന്നെ ഷൂട്ട് ചെയ്തത്. ഭയങ്കര ഒരു ദിവസം എന്ന് പറയാം, ജീവിതത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡേയ്സ്. മ്യൂസിക്കിന്റെ കാര്യത്തിൽ ജോബേട്ടൻ ഭയങ്കര ഡയറിങ് ആണല്ലോ. ബാക്കി എല്ലാ കാര്യത്തിലും ടെൻഷനും പേടിയും ഉണ്ട്. നിങ്ങളൊരു ഇൻട്രോവേർട്ട് അല്ലേ, നിങ്ങളെ പോലെ ഇത് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നേരെ തിരിച്ചാണ്. ഞാൻ ഭയങ്കരമായിട്ട് ആൾക്കാരെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതൊരു ലെജൻഡറി സോങ് ആണ്. അതൊരിക്കലും മരണമില്ലാത്ത പാട്ടുകളൊന്നായിട്ടാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത്. ഞാൻ ഇച്ചിരി മെച്ചപ്പെടുത്താനായിട്ട് അത് ചേട്ടാ നമുക്കൊന്നും കൂടെ എടുക്കാമെന്ന് അതൊന്നും പറ്റില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. എനിക്ക് വേണ്ടി അത് കിട്ടിയിട്ടുണ്ട്, ഇനി പാടിയാലൊന്നും അതൊന്നും വരത്തില്ല. പിന്നെ ഞാനൊരു സിനിമ കമ്പോസ് ചെയ്യുന്നുണ്ട്, ഗില്ലി എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിൻ്റെ. പോ എന്നാ പടത്തിൻ്റെ പേര്, PAW.